ത്രിയേക ദൈവത്തിന് സ്തുതി. മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ്. വൈദിക ശുശ്രൂഷ മഹത്വത്തിൻ്റെ സിംഹാസന തുല്യ ഇരിപ്പിടങ്ങളിൽ മാത്രം ഇരിക്കാനുള്ളതല്ല, മറിച്ച് യേശു കർത്താവ് കുടിച്ച പാനപാത്രത്തിൻ്റെ പാതയിലൂടെ യാത്ര ചെയ്ത് യാഗമാകാനുള്ള വിളിയും നിയോഗവുമാണെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്ന വേദഭാഗമാണ് ഇത്. നിനക്ക് എന്തു വേണമെന്ന് അവൻ അവളോട് ചോദിച്ചു. അവൾ അവനോട്, ഈ എൻ്റെ പുത്രന്മാർ ഇരുവരും നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു. വാക്യം 21. പ്രാണവേദനയുടെ പാനപാത്രം കുടിക്കാനിരിക്കുന്നവരുടെ ഇടത്തും വലത്തുമാകട്ടെ വൈദികരുടെ ഇരിപ്പിടം എന്ന് പ്രാർത്ഥിക്കാനാണ് ഈ വാക്യം നിർബന്ധിക്കുന്നത്. കർത്താവും ശിഷ്യന്മാരും യാത്രയിലാണ്. യെരുശലേം യാത്രാനുഭവങ്ങളും ഗതസമ്മന സംഭവങ്ങളും പിന്നെ കാൽവരി ക്രൂശിലെ പരമയാഗവുമെല്ലാം ഒരു സ്വകാര്യ നിയോഗമായിട്ടാണ് കർത്താവ് കാണുന്നത് എങ്കിലും ഇനിയുള്ള ദിനങ്ങളിൽ തന്നെ കാത്തിരിക്കുന്ന കൊടിയ വേദന കൊണ്ട് ഉള്ളു ഉരുകുന്ന നേരത്ത് ആ നീറുന്ന ഹൃദയത്തെ പങ്കിടാൻ പറ്റിയവർ ഒപ്പമുണ്ട് എന്ന് കർത്താവ് കരുതുകയാണ്. പക്ഷേ പാതി വഴിയിൽ കെദ്രോൻ തോടിൻ്റെ കടവിൽ കിടന്ന് ശിഷ്യന്മാരും ഉറങ്ങും. വേദന ഉള്ളവരുടെ ചാരത്ത് പോയി വിടുതൽ കൊടുത്ത കർത്താവിൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ ഒപ്പം ഒരാളില്ല എന്നത് എത്രയോ സങ്കടകരമാണ്. യേശുവിൻ്റെ ആ അനുഭവം ആരിലും ഇനി ആവർത്തിക്കരുത്. അതുകൊണ്ടാണ് വേദനിക്കുന്നവൻ്റെ ചാരത്ത് വൈദികൻ്റെ ഇരിപ്പിടം കാണുന്നത്. മോശയെപ്പോലെ, ഇരമ്യാവിനെ പോലെ, എസ്തേറിനെ പോലെ സ്വന്തം സുരക്ഷയല്ല, വേദനിക്കുന്നവരുടെ രക്ഷയാകുകയാണ് ഒരു വൈദികൻ്റെ ലക്ഷ്യം. ശേഷം 10 പേർ അത് കേട്ടിട്ട് ആ 2 സഹോദരന്മാരോട് നീരസപ്പെട്ടു. യേശുവോ അവരെ അടുക്ക വിളിച്ച്, ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്വക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു. വാക്യം 24-25 ആണ്. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങളിൽ നീരസമല്ല, ആത്മാവിൻ്റെ ഫലത്താൽ നയിക്കപ്പെടുന്നവരാണ് വൈദികർ എന്ന ധ്യാനം ഈ വരികൾക്കിടയിൽ നിന്ന് വായിച്ചെടുക്കുകയാണ്. സെബദി മക്കളിൽ ഒരാൾ വലത്തും മറ്റൊരാൾ ഇടത്തും എന്ന് അവരുടെ അമ്മയുടെ ആവശ്യം കേട്ട് നീരസപ്പെടുന്ന ശിഷ്യന്മാരാണ് യേശുവിൻ്റെ യെരുശലേമിലേക്കുള്ള യാത്രയിൽ ഇപ്പോൾ ഒപ്പമുള്ളത്. പെട്ടെന്ന് രൂപപ്പെടുന്ന സാഹചര്യങ്ങളിൽ നീരസത്തെ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ ആത്മാവിൻ്റെ ഫലങ്ങളെ തിരഞ്ഞെടുക്കുവാൻ കഴിയുന്നതാണ് വൈദിക ശുശ്രൂഷയുടെ മഹത്വം. ജനം രാജാവിനായി മുറവിളി കൂട്ടിയത് വേദനിപ്പിച്ചു എങ്കിലും നീരസപ്പെടാതെ ശമൂവേൽ പ്രവാചകൻ ശുശ്രൂഷ തുടരുകയാണ്. സൻബല്ലത്തും തോബിയാവും പരിഹസിക്കുമ്പോഴും ഭീഷണിപ്പെടുത്തുമ്പോഴും നീരസപ്പെടുകയല്ല, ദൈവം ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായി നെഹമ്യാവ് പൂർത്തിയാക്കുകയാണ്. തടവറയിൽ കിടന്ന് നീരസപ്പെടുകയല്ല, തടവറയിൽ കിടന്ന് സന്തോഷത്തെക്കുറിച്ച് ലേഖനം എഴുതുകയാണ് പൗലോസ് ചെയ്തത്. നീരസത്തിൻ്റെ ആത്മാവിന് കീഴ്പ്പെടരുത്. പിന്നെയോ ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മബലത്തിൻ്റെയും ആത്മാവിനാൽ വൈദികർ നയിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. വാക്യം 28. ശുശ്രൂഷയുടെ ആൾരൂപമായി ജീവനും ജീവിതവും അനേകർക്ക് അനുഗ്രഹമാകാനുള്ള സന്ദേശമാണ് വൈദിക ജീവിതം എന്നും കൂടെ ധ്യാനിച്ച് അവസാനിപ്പിക്കുകയാണ്. യേശു കർത്താവിൻ്റെ ജീവിത ശൈലിയിലൂടെയും സംസ്കാരത്തിലൂടെയും ശുശ്രൂഷയുടെ മാനവും മഹത്വവും വെളിപ്പെടുകയാണ്. അബ്രഹാം യുദ്ധം ജയിച്ച് മടങ്ങി വരുമ്പോൾ ശാലേം രാജാവും പുരോഹിതനുമായ മൽക്കീസദക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നത് നാം വായിച്ചിട്ടുണ്ട്.
ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്ന അഹരോനും വചനം പഠിച്ചും അത് അനുസരിച്ചും മറ്റുള്ളവരെ പഠിപ്പിച്ചും ജീവിച്ച എസ്രാ പുരോഹിതനെയും വരും തലമുറയെ രൂപപ്പെടുത്തിയെടുക്കുന്നതിനായി കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത യഹോയാദ പുരോഹിതനെയുമൊക്കെ വായിക്കുമ്പോൾ എത്രയോ പുരോഹിതന്മാരും അവരുടെ ശൈലിയും അനുഗ്രഹത്തിൻ്റെ തുറവിക്കൽക്ക് കാരണമായത് വിസ്മയകരം തന്നെയാണ്. എല്ലാവർക്കും എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുവാൻ പ്രാർത്ഥിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷയുടെ അപാരമായ ആൾരൂപങ്ങളായ വൈദികർ ഈ തലമുറയിലും ധാരാളം ഉണ്ട്. ജീവിതം തന്നെ തുറന്ന വേദപുസ്തകമായി മാറ്റുന്ന ധാരാളം വൈദികർ. എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥന യാചിച്ചുകൊണ്ട് നിർത്തുകയാണ്. ആമേൻ.